സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ദേവി 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 ഹരേ ഹരേ. ഹരേ മായ 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 ഹരേ ഹരേ. 51 അക്ഷരാളി കരുതതനുലതേ വേദമാകുന്ന ശാഖി കൊമ്പത്തൻപൊടു പൂക്കും കുസുമതയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചമ്പൾത്താർ ബാണടമ്പ പ്രശമന സുഹൃതോപാത്ത ലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കടലിന വലയാദീശ്വരി വിശ്വനാഥേ. സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരണമെന്ന് പ്രാർത്ഥിച്ച് ആയുരാരോഗ്യ സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഇന്നലെ ഗണപതി ഭഗവാനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നമ്മൾ താമസിക്കുന്ന വീടിന് ദോഷമുണ്ടെങ്കിൽ നമ്മളതെങ്ങനെയാണ് പരിഹരിക്കുക, അല്ലെങ്കിൽ വാസ്തു പൂജ എന്ന് പറയുന്ന സങ്കല്പം എന്താണ്, അതിൻ്റെ റെമഡി എന്താണ് എന്നുള്ളത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സത്സംഗത്തിൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് നാമജപമാണ്. നാമജപം കഴിഞ്ഞിട്ടേ നമുക്ക് കുറേ എന്തും നമ്മുടെ സത്സംഗത്തിലുള്ളൂ. എല്ലാ ദിവസവും അങ്ങനെയാണ്, എല്ലാ കാലവും നമ്മൾ അങ്ങനെയാണ് നാമജപത്തെ നമ്മൾ കാണുന്നത്. കാരണം നാമജപമാണ് നമ്മുടെ ഐശ്വര്യം, സത്സംഗത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ, സനാതനമായ ധർമ്മം നമ്മൾ പറയുന്നത് പോലെ, കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്ന ഒരു ദിവസം ഐശ്വര്യപൂർണ്ണമായിട്ട് മുന്നിലോട്ട് പോകുമ്പോൾ അല്ലേ, സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ എന്ന് പറഞ്ഞ് ഭൂമിദേവിയെ നമസ്കരിച്ചാണ് ഒരു ദിവസം തുടങ്ങുന്നത്. ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ അതൊരു വീടാവാം, ഓഫീസാവാം, നെഗറ്റീവ് എലിമെൻസുകൾ ഉണ്ടാവാം അല്ലേ. ആ നെഗറ്റീവ് എലിമെൻറ്റ്സ് പ്രത്യേകിച്ച് വീടുകൾക്കകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഏറ്റവും കൂടുതൽ ചോദ്യം വീടുകളെ കുറിച്ചായതുകൊണ്ട്, ഈ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, നോൺ ഓർഗാനിക് മെറ്റീരിയൽസ്, എക്സസ് ഫർണിച്ചർ, പ്രോപ്പർ വെന്റിലേഷൻ ഇല്ലായ്മ, ലാക്ക് ഓഫ് എക്സോസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറയേണ്ടി വരും. സാമാന്യ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനകത്ത് നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നതിന് ഒരു റീസൺ എന്ന് പറയുന്നത്, ആവശ്യത്തിൽ കൂടുതൽ. സാധാരണ ആചാര്യന്മാർ പറയും, ഒരു വീട് എങ്ങനെയോ ആ വീടിൻ്റെ 4/1 താഴെ മാത്രം ഉള്ള ഫർണിച്ചർ ഇല്ലേ, മേശയോ കട്ടിലോ എന്തോ ആയിക്കോട്ടെ, ഒരു വീടിൻ്റെ വിസ്തീർണം എന്തോ അതിൻ്റെ 4/1 മാത്രം കൊള്ളുന്ന ഫർണിച്ചർ, അതായത് ഒരു മുറി എടുത്താൽ അതിൻ്റെ 4/3 ഭാഗം സ്വതന്ത്രമായിരിക്കുന്ന തരത്തിൽ അത് ക്രമപ്പെടുത്തണം. അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ ഈ ഇരിക്കാനൊക്കെ ചെറിയ പുൽപ്പായോ കസേര ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത്. ചെറിയ സ്റ്റൂള് പോലത്തെ ചെറിയ ഈ എന്താ പറയുക, നമ്മൾ മുക്കാലി എന്നൊക്കെ പറയുന്നതൊക്കെ ഉപയോഗിച്ചിരുന്നത്. അത് വലിയൊരു ഫാക്റ്റാണ്. കാരണം വീടിനകത്ത് നമ്മൾ 4/1 കൂടുതൽ ഫർണിച്ചർ കൊണ്ട് കുത്തി നിറയ്ക്കുമ്പോൾ വായു സഞ്ചാരം തടസ്സപ്പെടും. 2, വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലേ. 3, പ്രോപ്പർ മൊബിലിറ്റി ഓഫ് ദി ഹ്യൂമൻ ബീയിങ് ഇല്ലേ. നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം, മുട്ടുവേദന, കാലുവേദന, കൈവേദന എന്നൊക്കെയുള്ള ഒരുപാട് ഫാക്റ്റുകളുണ്ട്. അപ്പോൾ നടക്കാനുള്ളൊരു സ്ഥലം, വീട്ടിനകത്ത് പോലും നടക്കാനുള്ളൊരു സ്ഥലമില്ലായ്മ, ഇതൊക്കെ കൊണ്ടാണ് പണ്ടുള്ള ആചാര്യന്മാർ, ഈ പണ്ടുള്ളവരൊന്നും വെറുതെ പറഞ്ഞു വെച്ചതല്ല. പിന്നെ ഈ ഇത് പറഞ്ഞത് കൂടാതെ വരുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, നമ്മൾ പറയുന്ന വുഡിലത് മാനേജബിളാണ്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, നോൺ ഓർഗാനിക് ആയിട്ടുള്ള ഈ കൃത്രിമമായിട്ടുള്ളതെല്ലാം നമുക്കൊരിക്കലും ഒരു പോസിറ്റിവിറ്റി തരില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇല്ലേ. ഒരു നൈലോണിൻ്റെ സാരി ഉടുക്കുന്നതും ഒരു കോട്ടൺ സാരി ഉടുക്കുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് ഇല്ലേ. അതെന്തുകൊണ്ടാണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൈലോൺ നമ്മുടെ ശരീരത്തിന് നോട്ട് മെൻറ്റ് ഫോർ അവർ ബോഡി. പിന്നെ എല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു, അതേ ഉള്ളൂ ഇല്ലേ. അതേസമയം കോട്ടൺ ഈസ് മെൻറ്റ് ഫോർ അവർ ബോഡി. കാരണം നല്ല കോട്ടണിൻ്റെ വായു സഞ്ചാരം, നല്ല കോട്ടണിൻ്റെ ഇല്ലേ ഒരു ഇതെല്ലാം ഇതുപോലെ തന്നെയാണ് വീടിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ അൺലിമിറ്റഡ് നോൺ ഓർഗാനിക് പ്ലാസ്റ്റിക് പൂവുകൾ, പ്ലാസ്റ്റിക് വസ്തുക്കൾ, പിന്നെ ഈ കണ്ടെയ്നേഴ്സ്,
ഇതൊക്കെ കൂടാതെ വീട്ടിനകത്ത് ആവശ്യമില്ലാതെ ഡംപ് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസ്, അത് പേപ്പർ ആവാം, കുപ്പി ചില്ലകളാവാം, അല്ലെങ്കിൽ കുപ്പി ഗ്ലാസ്സുകളാകാം, ഉപയോഗിച്ച് കഴിഞ്ഞ ബൾബുകളാകാം, ഡംപ് ചെയ്യുന്ന ഇതെല്ലാം വീടിൻ്റെ പോസിറ്റിവിറ്റിയെ സാരമായി ബാധിക്കുന്ന ഫാക്റ്റുകളാണ്. അതുപോലെ പോസിറ്റിവിറ്റിയെ ബാധിക്കുന്ന ഫാക്റ്റുകളാണ് ചെളി, അഴുക്ക്, മണ്ണ്, പൊടി, മാറാല തുടങ്ങിയിട്ടുള്ള വസ്തുതകൾ. വീടിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഇതെല്ലാം ചേരുമ്പോഴാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ 2011 ഏതൊരു സത്സംഗത്തിനകത്താണ് സ്വാമികൾ പറയുന്നത്, ഈ വീടിൻ്റെ കണ്ണാടി ഉണ്ടല്ലോ, അതായത് വീടിൻ്റെ മുഖം നോക്കുന്ന കണ്ണാടി, അതുപോലെ ജനൽ ഗ്ലാസ്സുകൾ, അതിൻ്റെ ജോയിൻ്റ്, വിജാഗിരി എന്നൊക്കെ നമ്മൾ പറയുന്ന അതിനകത്തൊക്കെ വന്നു കയറുന്ന അഴുക്ക്, പൊടി, ഇതെല്ലാം വീടിൻ്റെ പോസിറ്റിവിറ്റിയെ ബാധിക്കുന്ന ഫാക്റ്റുകളാണ്. പിന്നെ ഇത് കൂടാതെ വരുന്ന ഫാക്റ്റുകളാണ് നമുക്ക് ഈ 8 ദിക്കുകളുണ്ട്. ഈ 8 ദിക്കുകളിൽ ഈ അഗ്നികോണുണ്ട്, ഇല്ലേ നിര്യതി കോണുണ്ട്, ഇല്ലേ ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗം നമ്മൾ ജലത്തിന് പറയുന്നത് പോലെ, വടക്ക് ഭാഗം ധനാധിപത്യത്തിന് പറയുന്നത് പോലെ ഓരോന്നിനും ഓരോ ദിക്കുകളുണ്ട്. ആ ദിക്കുകൾക്കനുസരിച്ച് നമ്മൾ വസ്തുതകളെ ക്രമപ്പെടുത്താൻ കൂടി നമ്മൾ അറിയണം. സാധാരണ നമ്മൾ പണപ്പെട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ വടക്കോട്ട്, ഇല്ലേ വടക്ക് ഭാഗം ദർശനമാക്കി നമ്മൾ വയ്ക്കും. അതുപോലെ നമ്മൾ ജലത്തിൻ്റെ സ്ഥാനം നമ്മൾ പടിഞ്ഞാറ് ഭാഗത്താണെന്ന് നമുക്കറിയാം. അങ്ങനെ ഓരോ ദിക്കുകൾക്കും ഓരോരോ സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ വളരെ വിസ്തരിച്ച് വളരെ മുമ്പിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് പൂജാമുറിയുടെ വൃത്തിയില്ലായ്മ, പൂജാമുറിയിലെ പടങ്ങൾ, പൂജാമുറിയിലെ വിഗ്രഹങ്ങൾ, അവയ്ക്കൊന്നും ആഴ്ചയിൽ ഒരു ദിവസം പോലും അതിനെ വൃത്തിയാക്കി ശുദ്ധിയാക്കി വയ്ക്കാതിരിക്കുക. ചന്ദനത്തിരികളുടെ കൂട്, ക്ഷേത്രങ്ങളിലെ പ്രസാദം, അതുപോലെ മറ്റു പലയിടത്തു നിന്നും കിട്ടിയ ദ്രവ്യങ്ങൾ, ഇവയൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് വയ്ക്കുക. ഇപ്പം അതും ഒരു നെഗറ്റിവിറ്റി വരാൻ വലിയൊരു ഫാക്റ്റാണ്. അതുപോലെ തന്നെ നെഗറ്റിവിറ്റി വരുന്ന വേറൊരു ഫാക്റ്റാണ് നമ്മൾ ഈ എണ്ണയുണ്ടല്ലോ, ഉപയോഗിച്ച എണ്ണ. ഒരു വിളക്ക് കത്തിക്കാൻ നമ്മൾ ഒരു നേരം കുറച്ച് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ആ എണ്ണ കത്തിത്തീരുന്നത് വരെ കത്തിക്കുന്നതാണ് നല്ലത്. ഇല്ല, ഇൻ കേസ് അണച്ചു വെക്കണമെങ്കിൽ കുഴപ്പമില്ല, അണച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പച്ച നിറത്തിൽ ക്ലാവ് പിടിക്കുന്നത് വരെ ആ എണ്ണ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം, അത് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ശബരിമലയിൽ നിന്നുള്ളതൊക്കെ, ശബരിമലയിൽ പോയ അപ്പൂപ്പൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനും കുഞ്ഞമ്മയുടെ മോനും വല്യമ്മയുടെ മോനും ഒക്കെ പോയ മുദ്രകളെ കൊണ്ടുവന്നിട്ട്, മുദ്രകളെന്ന് വെച്ചാൽ മാലകൾ കൊണ്ടുവന്ന് തൂക്കിയിടുക. കഴിഞ്ഞ കാലഹരണപ്പെട്ട കലണ്ടറുകൾ കളയാതിരിക്കുക. ഈ പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് മാലിന്യം വീട്ടിനകത്തേക്ക് ഡംപ് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ ഇതിൻ്റെ പോസിറ്റിവിറ്റിയുടെ വലിയ ഘടകങ്ങളാണ്, പോസിറ്റിവിറ്റി ഉണ്ടാവാതിരിക്കാനുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ്, എൻ്റെ ഒരു റിയാലിറ്റി. ഇനി അതുപോലെയാണ് നമ്മൾ വീടിൻ്റെ നടയിൽ, പ്രത്യേകിച്ച് വീടിൻ്റെ അകത്തേക്ക് കയറുന്ന, പണ്ടൊക്കെ ആണെങ്കിൽ കിണ്ടിയിൽ ജലം വെച്ചിട്ട് ഈ ആളുകൾ കാല് കഴുകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, ഇല്ലേ? ഇപ്പോൾ കുളിക്കുന്ന പോലും സമ്പ്രദായമില്ല, പിന്നെയാണ് കാല് കഴുകുന്നതെന്നല്ലേ. അപ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, വീടിനകത്തേക്ക് പ്രത്യേകിച്ച് ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ, കാരണം പലരുമായുള്ള സംസർഗത്തിൽ നിന്നാണ് നമ്മൾ വീടിനകത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് സൗകര്യമുള്ള വില്ലകളിലൊക്കെ, ഫ്ലാറ്റുകളിൽ നമുക്കത് പോസിബിൾ അല്ല, വില്ലകളിലൊക്കെ താമസിക്കുന്നവർക്ക് കൈയും കാലും വൃത്തിയാക്കി ശുചിയാക്കിയിട്ട് വീടിനകത്തേക്ക് കയറുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, നനയ്ക്കാനുള്ള വിഴുപ്പായിട്ടുള്ള വസ്ത്രങ്ങൾ വീടിന് പുറത്ത് എവിടെയെങ്കിലും, നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഒരു ഉരക്കളമെന്നോ അല്ലെങ്കിൽ പണ്ടത്തെ വീടിൻ്റെ പുറത്തൊരു കുളിമുറിയെന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വീടിനകത്ത്, പ്രത്യേകിച്ച് കിടക്കുന്ന മുറിക്കകത്ത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യാതെ പുറത്ത് ശേഖരിക്കുക. ഇനി സ്ഥലപരിമിതി കൊണ്ട് ഡംപ് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അത് വൃത്തിയായി അടച്ചു സൂക്ഷിക്കുന്ന തരത്തിൽ ഡംപ് ചെയ്യുക എന്ന് പറയുന്നതാണ്, ഇല്ലേ? അതും വീടിൻ്റെ ഒരു ഘടകമാണ്, ഒരു പോസിറ്റിവിറ്റിയുടെ പ്രധാന ഘടകമാണ്. ഇനി ജപിക്കാനുള്ള നാമങ്ങൾ പറഞ്ഞുതരാം. ജപിക്കാനുള്ള നാമങ്ങളും എന്താണ് വാസ്തുപുരുഷൻ. അപ്പോൾ പലരും ചോദിച്ചിരുന്നൊരു ചോദ്യമാണ്, ഈ വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീ പുരുഷന്മാരെ പോലെ പുരുഷനാണോ, എന്താണ് വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? വാസ്തുപുരുഷനെ കുറിച്ച് അഗ്നിപുരാണം 40-ാം സ്കന്ധം 40-ാം അധ്യായം പറയുന്നത്, അഗ്നിപുരാണം 40-ാം അധ്യായം പറയുന്നത്, സർവഭൂതങ്ങൾക്കും ഭയം തോന്നിപ്പിക്കുന്നതും അതിമഹത്വമായൊരു ഭൂതം ജനിച്ചു വന്നു. ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഭൂതം പ്രേതം എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നതല്ല, രൂപം എന്നേ അർത്ഥമുള്ളൂ. രൂപം ഉണ്ടായി എന്നും ആ രൂപത്തെ ദേവകൾ ഭൂമിയുടെ ഉള്ളിൽ കുഴിച്ചിട്ടു വന്നു. ഭൂമിയുടെ ഉള്ളിൽ, ഭൂമിയുടെ അന്തർഭാഗത്ത് ദേവന്മാർ കുഴിച്ചിട്ടു വന്നും ആ ദേവന്മാരെ വാസ്തുപുരുഷൻ എന്ന് പറയുന്നുവെന്നും സങ്കല്പം.
ഇനി ഈ വാസ്തുപുരുഷൻ നാം ഭൂമിയിൽ നിർമ്മിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ദേവതയാണ്. കാരണം ഭൂമിയിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ആ വാസ്തുപുരുഷൻ സർവ്വതിൻ്റെയും ദേവതയാണ്. മാത്രവുമല്ല, ഭവന നിർമ്മാണത്തിന് ശേഷം വാസ്തുവിന് നൽകുന്ന ബലിയാണ്. വീടായിക്കോട്ടെ, എന്ത് ബിൽഡിങ്ങും ആയിക്കോട്ടെ, അതിനുശേഷം നമ്മൾ നൽകുന്ന ബലിയാണ് വാസ്തുബലി എന്ന് പറയുന്നത്. അത് അഗ്നിപുരാണം 40-ാം അധ്യായത്തിനകത്ത് ഇത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അന്തകാസുരനെ കൊല്ലാനായി, ഇത് അഗ്നിപുരാണം പറയുന്നതാണ്. അതുപോലെ വളരെ പ്രബലമായി വാസ്തു ആരാണെന്നുള്ള ചോദ്യം. അന്തകാസുരനെ കൊല്ലാനായി ശിവഭഗവാന്റെ വിയർപ്പിൽ നിന്ന് ജനിച്ച രാക്ഷസൻ അസുരനെ വധിച്ച ശേഷം ശിവനെ തപസ്സു ചെയ്ത് ത്രിലോകങ്ങളും ശല്യപ്പെടുത്തിയപ്പോൾ, അതായത് അന്ധകാസുരനെ കൊല്ലാനായി ശിവന്റെ സ്വേദത്തിൽ നിന്ന്, വിയർപ്പിൽ നിന്ന് ജനിച്ചു ഒരു അസുരൻ ഇല്ലേ? ഒരു വിയർപ്പിൽ നിന്ന് ജനിച്ച ഒരു രാക്ഷസൻ അന്ധകാസുരനെ വധിച്ച ശേഷം ശിവനെ തപസ്സു ചെയ്ത് ശക്തി നേടി. ശിവന്റെ വിയർപ്പിൽ നിന്ന് ജനിച്ചതായതുകൊണ്ട് തന്നെ ശിവഭഗവാനിലെ ഒരു ഉദാത്തമായ ഒരു ധർമ്മവും കർമ്മവും അനുഷ്ഠിച്ചുവല്ലോ എന്ന് പറഞ്ഞ് ശിവഭഗവാൻ തപസ് ചെയ്തു. ശിവഭഗവാൻ വരന്നു കൊടുത്തു. അങ്ങനെ ത്രിലോകങ്ങളെയും ഇവൻ ഈ ശക്തി കൊണ്ട് ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവനെ അമർച്ച ചെയ്യാൻ അതിപലർ എന്നൊരു രുദ്രനെയും 8 യമപാശങ്ങളെയും ശിവനുണ്ടാക്കി. ശിവന്റെ വേർപ്പിൽ നിന്ന് ജനിച്ചു, ശിവനെ തപസ് ചെയ്തു, ശിവൻ വരപ്രസാദം നൽകി. പക്ഷെ നോക്കിയപ്പോൾ എന്ത് ചെയ്യുന്നു? സർവ്വലോകത്തിന് നാശകാരിയായിട്ടാണ് ഈ അസുരന്റെ പോക്ക്. അതുകൊണ്ട് എന്ത് ചെയ്തു? ശിവഭഗവാൻ അതിപലർ എന്നൊരു രുദ്രൻ, ആ രുദ്രന്റെ പേര് അതിപലർ എന്നൊരു രുദ്രനെയും 8 യമപാശങ്ങളെയും ശിവനുണ്ടാക്കി. അതിൽ അതിപലർ ശല്യക്കാരനായ ഈ രാക്ഷസനെ 8 പാശങ്ങളാൽ, ഈ അതിപലർ എന്ന് പറയുന്ന രുദ്രന്റെ പേര് അതിപലർ, അതിപലർ 8 പാശങ്ങളെ കൊണ്ട് ഇയാളെ ബന്ധിച്ചു. തുടർന്ന് രുദ്രൻ ബ്രഹ്മാവ് ഉൾപ്പെടെ 53 ദേവന്മാരെയും ആവാഹിച്ച് രാക്ഷസന്റെ ശരീരത്തിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് രുദ്രൻ ബ്രഹ്മാവ് ഉൾപ്പെടെ 53 ദേവന്മാരെ ആവാഹിച്ച് രാക്ഷസന്റെ ശരീരത്തിൽ പ്രതിഷ്ഠിച്ചു. രാക്ഷസന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗവും ദേവന്മാർ കുടിയേറി പാർപ്പിച്ചു. ശിവാജ്ഞ പ്രകാരം ഇപ്പോഴും ഇങ്ങനെ നിലത്ത് കിടക്കുന്ന രാക്ഷസനാണ് വാസ്തുപുരുഷൻ എന്നാണ് സങ്കല്പം. അപ്പം എന്താണെങ്കിലും രുദ്രൻ ബ്രഹ്മാവ് ഉൾപ്പെടെ 53 ദേവന്മാരെയും ഈ രാക്ഷസന്റെ ശരീരത്തിൽ പ്രതിഷ്ഠിച്ചു. എന്നിട്ടോ രാക്ഷസന്റെ ശരീരത്തിൽ ഓരോ ഭാഗത്തും ഓരോരോ ദേവതമാരെ കയറി താമസിക്കുകയും ചെയ്തു. എന്നിട്ടോ ശിവാജ്ഞ ഈ ഭൂമിയിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ദേവന്മാർ ഒഴിച്ചിട്ടു എന്ന് പറഞ്ഞതുപോലെ ഭൂമിയിൽ പിടിച്ച് അവിടെ അങ്ങ് കണ്ടെത്തി. എന്നിട്ട് ദേവന്മാർ അവിടെ ഇരിപ്പുമായി. അപ്പോൾ ഭൂമിയിൽ നമ്മൾ സമർപ്പിക്കുന്നതൊക്കെ ഈ ദേവന്മാർക്കാണ് ചെല്ലുന്നതെന്നും ദേവന്മാർക്കാണ് അതിൻ്റെ ഹവിസിൻ്റെ ഭാഗം ചെല്ലുന്നതെന്നും അതിനെയാണ് നമ്മൾ ഈ പറയുന്നത് വാസ്തുസങ്കല്പത്തിൽ നമ്മൾ സമർപ്പിക്കുക എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയും കൂടി നമ്മൾ അറിയണം വാസ്തുപുരുഷ സങ്കല്പത്തിൽ വാസ്തുപുരുഷൻ ആരാണ് എന്നുള്ളത്. അപ്പോൾ ഇതിനൊക്കെ പ്രതിവിധിയായിട്ടും പരിഹാരമായിട്ടും നമ്മൾ വീടായിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് ഇപ്പോൾ വാസ്തുദോഷമുണ്ട് എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വീടിനൊരു എന്ത് ചെയ്തിട്ടും വീടിന് ഒരു ഉയർച്ചയില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അതിന് പ്രതിവിധിയായിട്ട് നമ്മൾ പറയുക. നമ്മൾ പഞ്ചശുദ്ധി എന്ന് നമ്മൾക്ക് പറയാം ഇല്ലേ? അപ്പോൾ പ്രായോഗികമായിട്ട് ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ചിലപ്പോൾ ഇത്രയും പ്രായോഗികമല്ലെങ്കിലും നമുക്ക് സാധാരണ വീട് വൃത്തിയായിട്ട് തൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂം ചെയ്തിട്ട്, അത് ബ്രൂം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓരോ മുക്കും മൂലയും, അല്ലാതെ നമ്മളിങ്ങനെ നിന്നുകൊണ്ട് ഈ ചൂലുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാക്കലാക്കുന്നതല്ല. നമ്മൾ ആക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഭൂമി ദേവിക്ക് തോന്നും അയ്യോ വേദനിക്കുമോ എന്ന് പറഞ്ഞിട്ട് വെഞ്ചാമരം വീശുന്ന പോലെ. അതല്ല, വീടിൻ്റെ ഓരോ മുക്കും മൂലയും തൂത്ത് വൃത്തിയാക്കി പൊടിപടലങ്ങൾ മാറ്റി മുഖം നോക്കുന്ന കണ്ണാടി ഉൾപ്പെടെ ജനലിൻ്റെ വിജാഗരി ഉൾപ്പെടെ സർവ്വതും വൃത്തിയാക്കി ജലം കൊണ്ട് തുടച്ച്
ഉപ്പുവെള്ളമോ മറ്റോ തളിച്ച് നമുക്ക് ശുദ്ധിയാക്കുക എന്ന് പറയുന്നത്. പണ്ട് മണ്ണ് കൊണ്ട് നിർമ്മിച്ച വീടൊക്കെ ആകുമ്പോൾ നമുക്ക് മൺവീടൊക്കെ ആണെങ്കിൽ നമുക്ക് ചാണകവെള്ളം തളിച്ചൊക്കെ നമ്മൾ പണ്ട് ശുദ്ധിയാക്കിയിരുന്നു, പണ്ട് ചാണകം മെഴുകിയിരുന്നു ഒക്കെ ചെയ്യാം. പക്ഷേ ഇന്നിപ്പോൾ നമുക്കത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് നമുക്ക് ഉപ്പുവെള്ളം തളിക്കാം. അപ്പോൾ ചിലയിടത്ത് ചില ഉപ്പുവെള്ളം തളിക്കുന്ന ഇല്ല, ഉപ്പുവെള്ളം തളിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഡിസിൻഫെക്റ്റൻറ്റുകൾ എന്തെങ്കിലും ഉപയോഗിക്കാം, ഇല്ലേ? എല്ലാത്തിനും ഒരു ശാസ്ത്രമുണ്ടല്ലോ, ഇല്ലേ? ഉപ്പും അത് തന്നെയാണ്, എന്താ പറയുന്നത്, രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് ഉപ്പിനുള്ളത് കൊണ്ടാണ് നമ്മൾ ഉപ്പുവെള്ളം തളിക്കുക, കടലിൽ കുളിക്കുക, മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്ന് കടലിൽ അസ്ഥി ഒഴിക്കിട്ട് കടലിൽ കുളിക്കുക, ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ മരണം വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പുവെള്ളം തളിക്കുക, ഇതൊക്കെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പിൻ്റെ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് കൊണ്ടാണ്. അത് തന്നെയാണ് നമ്മൾ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപ്പുവെള്ളം തളിക്കുക എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ അത് ഇനിയിപ്പോൾ അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഉപ്പുവെള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസിൻഫെക്റ്റൻറ്റുകൾ, ഇല്ലേ, ഉപയോഗിക്കാം. അപ്പം നമുക്കൊരു സംശയം തോന്നും, ഈ ആൻറ്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റൻറ്റും ഒന്നാണോ എന്നുള്ളത്, ഇല്ലേ? രണ്ടും രണ്ടാണ്. ആൻറ്റിസെപ്റ്റിക്, ഡെറ്റോൾ പോലുള്ളതൊക്കെ നമ്മൾ ആൻറ്റിസെപ്റ്റിക്കുകളാണ്, ഇല്ലേ? അതേസമയം ഈ ഫ്ലോർ ഡിസിൻഫെക്റ്റൻറ്റുകൾ വേറെയുണ്ട് താനും, ഇല്ലേ? എന്താണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് പറയുന്നില്ല. അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന വ്യത്യാസം. അപ്പോൾ അങ്ങനെയും നമ്മൾ ചിന്തിച്ച് ഇനി വാസ്തുപുരുഷനെ, ഭൂമിദേവിയെ നമസ്കരിക്കുന്ന, അതായത് ദേവി ഭാഗവതത്തിൽ ഭൂമിയെക്കുറിച്ച് പറയുന്ന ഭാഗം ഒന്ന് വായിക്കാം. ഓം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ദേവി ഭാഗവതത്തില് ഭൂമിദേവിയെ നമസ്കരിക്കാൻ ഓം ഹ്രീം ശ്രീം ക്ലിം വസുധായേ സ്വഹ എന്ന നാമമാണ് നമ്മൾ എടുക്കുക, ഇല്ലേ? ഓം ഹ്രീം ശ്രീം ക്ലിം വസുധായേ സ്വഹ, ഓം ഹ്രീം ശ്രീം ക്ലിം വസുധായേ സ്വഹ. ഹരേ രാമ ഹരേ രാമ. ദേവി നിമിഷമാത്രത്താൽ ബ്രഹ്മാവിൻ ചുതി എന്നതും അന്നേരം താൻ പ്രാകൃതിക നുരച്ചു നീ പ്രളയത്തിലിംഗലേ മന്നു കാണായതാം പ്രളയാബ്ദിയിൽ മുങ്ങി പരമാത്മാവിൽ ഇത് ചേരുമെന്നുരച്ചു നീ കാണാതായി പോകും ഈ വിശ്വം എങ്ങ് പോയി നിന്നിടുന്നതും സൃഷ്ടികാലത്ത് വന്ന് ആവിർഭവിക്കുന്നതും എങ്ങനെ. ഭൂമി ഉണ്ടാകുന്നത് എങ്ങനെ? 9-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായമാണ് വായിക്കുന്നത്. ധന്യയായി മാന്യയായി സർവാശ്രയായി ജയയാം ധര പിറന്ന മംഗളകരമാം ചരിത്രം മുരയ്ക്ക നീ. ഭൂമിദേവി ഉണ്ടായ ചരിത്രത്തെ പറയൂ. എല്ലാം ആദ്യം സൃഷ്ടി ചെയ്തോൾ ദേവി താൻ പ്രളയങ്ങളിൽ അങ്ങുതാൻ ലയമന്നായും വേദമോതുന്നു നാരദ. കേട്ടാലും വസുധ ജന്മം സർവമംഗളകാരണം സർവവിഘ്നഹരം പാപനാശനം പുണ്യവർദ്ധനം മധുകൈടഭമേധസാൽ ഭൂമി ഉണ്ടായതായി ചിലർ ഹന്ത ചൊൽവൂ പാർക്കിലതോ യുക്തിക്കൊല്ല സംശയം. പോർവീര്യം കണ്ടോതി മുമ്പ് വിഷ്ണുവോടവർ തുഷ്ടരായി നേരില്ല ഭൂവിൽ വെച്ചാശു കൊന്നാലും ഞങ്ങളെ ഭവാൻ. ജീവിക്കെ ഭൂമി കണ്ടില്ല കൂട്ടരെന്നത് വാസ്തവം മരിച്ചതിൽ പിന്നെ മാത്രമുണ്ടായി മേധസ്സും ഓർക്കുകിൽ. ആ മേധസ്സാം നീരിലാണ്ട മണ്ണൽ ചേർത്തു തടിക്കയാൽ ഉണ്ടായി മേദിനി എന്നുള്ള പേരിതാണെന്മതം മുനെ. പുഷ്കരത്തിൽ പണ്ടു ധർമ്മൻ ചൊന്നു കേട്ടതുപോലെ ഞാൻ ചൊല്ലാം വേദോക്തമാം സാർത്ഥകം സർവമംഗളം. കുറെ കാലം നീരിൽ വാണൊരാം വീരാട്ടിങ്കൽ നിന്നുടൻ മനസ്സുണ്ടായി വന്നു നൂനം സർവാംഗ വ്യാപകം സ്ഫുടം. മനസ്സാരോമഭൂപങ്ങൾ തോറും അങ്ങനെ നാരദാം കടന്ന് ഒട്ടേറെ നാൾ കൊണ്ട് ഭൂമിയായി ചമഞ്ഞതാം. ഓരോരോ രോമഭൂപത്തിൽ ഓരോരോ ബ്രഹ്മാണ്ടവും മുനെ ഉണ്ടായി മറയും നീരിൽ പലവട്ടവും ഇങ്ങനെ. സൃഷ്ടികാലത്തുദ്ഭവിച്ചു ധര നിൽപ്പൂ ജലോപരി പ്രളയത്തിൽ ജലത്തിൽ താൻ മറഞ്ഞതങ്ങനെ നിൽക്കയാം.
ബ്രഹ്മാണ്ടം തോറും അക്കാടും മലയും ചേർന്നൊരദ്ധര ദ്വീപങ്ങളാഴിയേഴും പൂണ്ടു നിൽക്കുന്നു നാരദ. ഗ്രഹങ്ങൾ, ചന്ദ്രാർക്ക മണ്ഡലങ്ങൾ, ഹേമാർദ്രിമേരുവും ബ്രഹ്മാദ്യരാം സുരന്മാരും അവർ തൻ ഭുവനങ്ങളും പുണ്യതീർത്ഥങ്ങളോട് തണഞ്ഞ പുണ്യഭാരതഭൂമിയും സുവർണഭൂമിയോടൊത്ത സപ്തസ്വർഗങ്ങൾ മേലെയും പാതാള പര്യന്തം മെഴുകിഴയും ബ്രഹ്മലോകവും ധ്രുവലോകവും അതിന്മീതെ ഏവം ബ്രഹ്മാണ്ടമൊക്കെയും പല ലോകങ്ങളും ചേർന്ന് നിർമ്മിതം താൻ മുനീശ്വര. പ്രാകൃത പ്രളയത്തിങ്കൽ ബ്രഹ്മാവും ചുതനാകവേ വിശ്വമെല്ലാം നശിക്കുന്നു. കൃത്രിമം താനിതൊക്കെയും മഹാവീരാട്ടേനെക്കാട്ടെ കൃഷ്ണനാദ്യം സൃഷ്ടിച്ചു. പിന്നെയോ അതിക്കാലീശ്വരൻ സൃഷ്ടി ലയം ഏവം നീങ്ങുന്നു സർവവും. പൂജിപ്പൂ ദേവഗന്ധർവ മുനിമാരൊക്കെയും വരാഹത്തിങ്കലാനിത്യധരയാം ഭൂമി ദേവി. അങ്ങനെ വരാഹപത്നിയാം വേദപ്രസിദ്ധ ധരതൻ മകൻ മംഗളേശൻ തത്പുത്രനത്രേ ഖടേശൻ നിധിവിശ്രുതൻ. നാരദൻ പഞ്ചീകരണമാർഗത്താൽ മൂലപ്രകൃതി ജാതയായി നിഖിലാധാരയായി വരാഹിയാം ധരയവ്വിധം വരാഹകൽപ്പത്തിൽ വിണ്ണാർ പൂജിച്ചതുരയ്ക്ക നീ. ഭൂസ്വർഗങ്ങളിലെ പൂജാവിധാനവും ക്രമാം മംഗളം താൻ മംഗളമായി ഉൽപ്പത്തിയുരയ്ക്കാം. വിധിയർത്ഥിക്കതാൻ വിഷ്ണു പന്നിയായി ഹിരണ്യനെ പാതാളത്തിൽ നിന്നും കൊണ്ട് ഉദ്ധരിച്ചു. ധരിത്രിയെ സ്ഥാപിച്ചു വെള്ളത്തിൻ്റെ മീതെ ഒരു താരില പോലവെ അങ്ങ് നിന്ന് അസുന്ദരമാം വിശ്വമുണ്ടാക്കി ബ്രഹ്മാവ് നന്മുഖൻ. പൃഥ്വി സ്വാമിനിയെ കാമപൂർണയായി കണ്ടൊരു ഹരി വരാഹമൂർത്തി ഭഗവാൻ കോടിസൂര്യ സമപ്രഭൻ രതിക്കു ചേർന്ന സുഭഗാകാരം പൂണ്ട് സകാമനായി ക്രീഡിച്ചാൻ. അമ്പട വീര ക്രീഡിച്ചാൻ വിജനത്തിങ്കൽ ദിവ്യവർഷം അഹർനിശം. സംഭോഗ ശ്ലേഷ സൗഖ്യത്തിൽ മൂർച്ഛിച്ചപ്പോൾ ആ മനോഹരി വിദഗ്നോടൊത്ത സംഘം വിദഗ്ധയ്ക്ക് അതിസൗഖ്യതം അറിഞ്ഞിലേതുമേ. രാവും പകലും പോയത് ആ ഹരി ബോധം തെളിഞ്ഞ് ആണ്ടറുതിയിങ്കൽ ക്രീഡ നിർത്തിയിടവേ. വരാഹത്തിൻ പൂർവ്വരൂപം ലീലയാൽ പൂണ്ടു സാദരം സതിയാം ധരയെ ധൂപ ദീപ പുഷ്പാർപ്പണങ്ങളാൽ ബലിനൈവേദ്യങ്ങളാൽ കുങ്കുമാദിയാലും അനന്തരം വഴി പോലെ പൂജ ചെയ്തു ചൊന്നാൻ ദേവിയോട് ഈശ്വരൻ. ദേവൻ ദേവിയെ പൂജ ചെയ്തിട്ട്, ഭൂമി ദേവിയെ പൂജ ചെയ്തിട്ട് പറയുകയാണ്, സുരാസുരന്മാർ സിദ്ധന്മാർ മനുക്കൾ മുനിമാർ നരർ ഏവർക്കും പൂജയായി സർവാധാരയായി വാഴുക നീ ശുഭേ. തീണ്ടാർന്നിരിക്കും നാൾ വിട്ട് ഭൂമി രജസ്വലയാകുന്നുണ്ട് അല്ലേ? ചെങ്ങന്നൂർ ഭഗവതി തൃപ്പൂത്താകുന്നത് പോലെ ഭൂമി എല്ലാ മാസവും രജസ്വലയാകുന്നുണ്ട്. തീണ്ടാർന്നിരിക്കും നാൾ വിട്ട് നിന്നെ വരത്തിനാൽ ഗൃഹ വാപി തടാകാരംഭത്തിലും ഇല്ലേ? വീട് വയ്ക്കുമ്പോൾ, തടാകം ഉണ്ടാക്കുമ്പോൾ, കൃഷിയിങ്കൽ ഗൃഹപ്രവേശനത്തിൽ ആരാധിക്കുന്നു സുരാധികൾ. എല്ലാവരും ആരാധിക്കുന്നു. അങ്ങനെ ആരാധിക്കാത്തവരുടെ കാര്യം നരകമ്പലമായി വരും. അതുകൊണ്ടാണ് പാലുകാച്ചി നടത്തുമ്പോൾ നമ്മൾ വാസ്തുപൂജ നടത്തുന്നത്, വാസ്തുബലി നടത്തുന്നത്. സചരാചരമീ വിശ്വം ലീലാമാത്രയാൽ ഹരേ വഹിപ്പേൻ നിന്നാജ്ഞയാൽ ഞാൻ വരാഹാകൃതിയായി തഥാ. മുത്തും പവിഴവും വൈരം മാണിക്യം ശിവലിംഗം ദേവീബിംബം വിഷ്ണുബിംബം യന്ത്രം ശംഖ് പ്രദീപം യജ്ഞോപവീതം പൂണൂല് തുളപുഷ്പങ്ങൾ പുസ്തകം തുളസീതലം ജപമാല്യം പുഷ്പമാല കർപ്പൂരം ചന്ദനം സ്വർണം ഗോരോചനം സാലഗ്രാമവും ഇങ്ങനെ ക്ലേശമുണ്ട് വഹിക്കാനാകയില്ലതു ധരം. ദ്രവ്യങ്ങൾ ഇവ നിന്മയിൽ വയ്ക്കും പാമരരായവർ കാലസൂത്രം തന്നിൽ വാഴും 100 ദിവ്യങ്ങളാണ്ടുള്ളവർ. വിരമിച്ചാൻ അവനോതി ഭവാൻ ഹരി നാരദ അഗർഭവതിയാം ദേവി പെറ്റാൾ മംഗളനെത്തതാ. ഹരിതന്നാജ്ഞയാൽ പിന്നെ ഏവരും ഭൂമിദേവിയെ പൂജിച്ചാൻ കണ്വശാഖോക്ത സ്തോത്ര മന്ത്രജപങ്ങളാൽ മൂലമന്ത്രം കൊണ്ട് നൈവേദ്യാദിയും നൽകി ഇങ്ങനെ മുപ്പാരിലും പൂജിതയായി വാഴ്ത്തപ്പെട്ടിതു മെദിനി. ഭൂമി പൂജ തുടങ്ങുകയാണ്. ഭൂമി പൂജയുടെ ഭാഗം എന്ന് വായിക്കാം. വായിച്ചിട്ട് നാളെ വൈകുന്നേരം നാമസങ്കീർത്തനത്തിന് വരുമ്പോൾ ഈ ഭാഗം വളരെ വിസ്തരിച്ച് എങ്ങനെ ഭൂമി പൂജ ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള ധർമ്മങ്ങൾ നമ്മൾ പറയാം അല്ലേ? അപ്പോൾ ഈ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ വാസ്തുദോഷം ഇതൊക്കെ തീരുന്നതിന്, അല്ലെങ്കിൽ വീടിൻ്റെ ഈ പറയുന്ന നാമത്തെ ശ്രദ്ധിക്കണം, ഈ സ്തോത്രത്തെ ജപിക്കണം, വീട് ശുദ്ധിയായി സൂക്ഷിക്കണം, വൃത്തിയായി സൂക്ഷിക്കണം, വെളുപ്പ് കൂട്ടിയിടരുത്, പഴകിയ ആഹാരം വെച്ച് സൂക്ഷിക്കരുത്, പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ
ജൈവികമായിട്ടല്ലാത്തതൊന്നും വീട്ടിൽ വെച്ച് സൂക്ഷിക്കരുത്. വീടിൻ്റെ മുറിയുടെ 4/1 മാത്രം ഫർണിച്ചറുകൾ ശേഖരിക്കണം, ഇല്ലേ? വീട്ടിൽ കയറി വരുന്നിടത്ത് ജലപാത്രമോ ദീപമോ ഗുണത്തെ ചെയ്യും. പണ്ടുള്ള ആളുകൾ അതിന് എന്താ പറയുക, നടയിൽ വിളക്ക് വയ്ക്കുക, കാല് കഴുകാൻ കിണ്ടി വയ്ക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. നമ്മൾ കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ചില എന്താ പറയുന്നത് അക്വേറിയമോ വാട്ടർ പ്ലാന്റോ ഒക്കെ ഗുണത്തെ ചെയ്തേക്കും, ഇല്ലേ? ഗുണത്തെ ചെയ്യും. ആനന്ദകരമായിട്ട് സദാ വീട്ടിലെ വായു സഞ്ചാരം ഉണ്ടാകുന്നത് പോലെ ശബ്ദത്തിന് നിമന്ത്രണം ഉണ്ടാകണം. ശബ്ദ നിമന്ത്രണത്തിന് നാമജപമാകാം. പണ്ടുള്ള ആളുകൾ രാവിലെയും വൈകുന്നേരവും നാമം ജപിച്ചിരുന്നത് പോലെ നാമജപമാവാം. ഇനി തീരെ നിവർത്തിയില്ലെങ്കിൽ ഒരു ചാൻറ്റിംഗ് ബോക്സ് എങ്കിലും, ഇപ്പോൾ 100-300 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹരേരാമ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പെട്ടിയെങ്കിലും കിട്ടും. വീടിങ്ങനെ അനക്കമില്ലാതെ കിടക്കുന്നതിലും ഭേദമാണ്. രാവിലെയും വൈകുന്നേരവും നാമജപത്തിന് ഒരു കോംപ്രമൈസും ഇല്ല. കൂടാതെ അങ്ങനെയും ആവാം. സംസാരം കുറയ്ക്കണം, നാമജപം കൂട്ടണം, വൃത്തിയും ശുചിത്വവും പാലിക്കണം, ഇല്ലേ? പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ശുദ്ധാശുദ്ധങ്ങൾ നോക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊന്നും ഒരു കാരണവശാലും കൊണ്ട് കൂട്ടി വയ്ക്കുക, വൃത്തിയാക്കാതെ ശുചിയാക്കാതിരിക്കുക, എന്താ പറയുന്നത്, പുറത്ത് ഡിസ്പോസ് ചെയ്യേണ്ടത് ഡിസ്പോസ് ചെയ്യണം, ഇൻസുലേറ്റ് ചെയ്യാനുള്ളത് ഇൻസുലേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളില്ലേ, നശിപ്പിക്കേണ്ടത് നശിപ്പിച്ച് കളയുക, കത്തിരിച്ച് കളയേണ്ടത്, അശുദ്ധി വന്ന് ഉള്ള എന്താണോ നമുക്ക് അതാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, അല്ലേ? ചിലത് നശിപ്പിച്ച് കളയേണ്ടതുണ്ട്, ചിലത് മണ്ണിലേക്ക് കുഴിച്ചിടേണ്ടതുണ്ട്. എന്താണോ അതിനെ യുക്തമായിട്ടുള്ളത് അത് ചെയ്യുക. ഇതൊക്കെയാണ്. ഇനി ഭൂമി പൂജയുടെ ഭാഗം ഇന്ന് വായിക്കാം. ബാക്കിയുള്ളത് നാളെ വിസ്തരിച്ച് പറഞ്ഞുതരാം. സമയം ഒരുപാട് പോകുന്നു, അല്ലേ? ഒരുപാടായി. ഓം ദ്രവ്യങ്ങൾ ഇവ നിന്മയിൽ വയ്ക്കും പാവന കാലസൂത്രം തന്നിൽ വാഴും 3 ദിവ്യാണ്ടുകൾ വിരമിച്ച അനോദി ഭഗവാൻ ഹരിനാരദാഗർ ഭവതി അമ്മകം പെറ്റ മംഗളനേത്തതാം. ഓം പുരാണഗൂഢമാം ഭൂവിൻ മൂലമന്ത്രവും അവിധം ധ്യാനസ്തവങ്ങളും കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടത്രയും. വരാഹമൂർത്തിയെ ആണ് ആദ്യം പൂജിച്ചതു ധരിത്രിയെ. വരാഹമൂർത്തിയാണ് ഭൂമിദേവി ആദ്യം പൂജിച്ചത്. ബ്രഹ്മാവ് പിന്നെ പൂജിച്ചു. മുനിമാരും മനുക്കളും മാനവാദികളും പൂജ ചെയ്ത് പിന്നീട് നാരദ കേട്ടാലും ഇനി ധ്യാനമന്ത്രങ്ങളൊക്കെ നീ ഓം ഹ്രീം ശ്രീം ക്രീം വസുധായ സ്വാഹ എന്ന മന്ത്രത്താൽ വാഴ്ത്തിനാൻ ഹരി. വെൺതാമരനിറം പോലും തിങ്കൾ നേർമുഖിയാം ധരേ. മെയ്യെല്ലാം ചന്ദ്രച്ചാർ പൂശും രത്നവിഭൂഷിതേ. രത്നാധാരേ രത്നഗർഭേ രത്നാകര സമന്വിതേ. തങ്കപ്പൂഞ്ചേലയണിയും സുസ്മിതേ പൂജിതേ. തൊഴാം ഏവം ധ്യാനിച്ചു ധരയെ പൂജിച്ചാനേവരും മുനേ. കണ്വശാഖോക്തമാം സ്തോത്രം ഇനി കേൾക്ക നാരദ. ഈ പറയുന്ന സ്തോത്രമാണ് നമ്മൾ സ്ഥിരം ജപിക്കുക, അല്ലേ? അങ്ങനെയും ജപിക്കണം. ജയ ജയ വൽഗ ജലാധാരേ ജയശീലേ ജയപ്രദേ. യജ്ഞസുഗ്രജായേ നീ ജയമേകൂ ജയാവഹേ. മംഗളേ മംഗളാധാരേ മംഗല്യേ മംഗളപ്രദേ. മംഗളാർത്ഥം മംഗളത്തെ നൽകമേ മംഗളേശ്വരി. സർവജ്ഞേ നിഖിലാധാരേ സർവശക്തി സമന്വിതേ. സർവകാമപ്രദേ ദേവി തന്നാലും ഹിതമൊക്കെയും. പുണ്യരൂപേ പുണ്യബീജരൂപേ ദേവി സനാതനി. പുണ്യാശ്രയേ പുണ്യദാത്രേ പുണ്യവാൻമാർനികേതമേ. സർവസസ്യാലയേ സർവസസ്യാഢ്യേ സർവസസ്യതേ. കാലമാകുമ്പോൾ സസ്യമെല്ലാം ഹരിക്കും സസ്യരൂപിണി ഭൂമേ. ഭൂമി സർവസ്വേ ഭൂമി ബാലപരായണേ. ഭൂമിതേ ഭൂമി തന്നാലും ഭൂപമംഗളദായികേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭൂമി ദേവി ഭൂമിതേ ഭൂമി തന്നാലും ഭൂപമംഗളദായികേ. ഭൂപമംഗളദായികേ ഭൂപമംഗളദായികേ. പ്രാതകാലത്തിലെ പുണ്യസ്തോത്രം നിത്യം ജപിപ്പവൻ ശക്തനാം ഭൂപൻ തന്നെ ജനിക്കും ജന്മകോടികൾ. ഭൂമി ദാനകൃത്യം പുണ്യമുണ്ടാകുന്നത് പഠിക്കുക. നൂനം തീരും ദത്തഭൂമി ഹരിച്ചുള്ളൊരു പാപവും. ഭൂമി തീണ്ടാർന്നാൾ ഭൂവിൽ വേല ചെയ്തൊരു പാപവും തീരും. അന്യൻ കുഴിപ്പിച്ച കിണർ തോണ്ടിയ പാപവും. അന്യന്റെ ഭൂമിയെ തട്ടിപ്പറിച്ചുള്ളൊരു പാപവും. ഭൂമിയിൽ ശുക്ലം ത്യജിച്ചുള്ള ദീപം വെച്ചുള്ള പാപവും തീർന്നു കിട്ടും സ്തോത്രം എന്ന് പഠിക്കുക മഹാമുനേ. ലഭിക്കും 100 അശ്വമേധം ചെയ്ത പുണ്യം അസംശയം. ഭൂദേവിതൻ മഹാസ്തോത്രം നൽകും ശുഭം അശേഷവും. അവിടെ ജയ ജയ വൽഗ ജലാധാരയെ തുടങ്ങി ഭൂമിതേ ഭൂമി തന്നാലും ഭൂപമംഗളദായിക എന്ന് പറയുന്ന ഭാഗം വരെയുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കുളിക്കുന്നത് പോലെ, നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ സന്ധ്യയ്ക്ക്
അല്ലെങ്കിൽ പ്രഭാതത്തിൽ ഒരു നേരം താമസിക്കുന്ന വീടിന് സർവ്വ ഐശ്വര്യങ്ങളും തരണം. വീട് പണി നടക്കാത്തവർക്ക്, വീട് പണി മുടങ്ങിക്കിടക്കുന്നവർക്ക് അതൊക്കെ ഒന്ന് ശരിയായി തരണമെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്യുമ്പോഴേക്കും, അപ്പോൾ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം വരികയാണ് അല്ലേ. ഓമല്ലൂരിനടുത്ത് പത്തനംതിട്ട, ഓമല്ലൂരിനടുത്ത് പ്രക്കാനം ദേവീക്ഷേത്രത്തിലാണ് ഇല്ലേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാം. ആനന്ദത്തോടെ സന്തോഷത്തോടു കൂടി നാമം ജപിച്ചിരിക്കുന്നു. ഹരി 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 ബോൽ. രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ.